ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ കുഞ്ഞു ചാനൽ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് കൂട്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടെ തിരുപ്പതി പോയിട്ടുള്ള ഒരു ചെറിയൊരു യാത്രാ വിവരണം മാത്രമാണ് കേട്ടോ അന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യണത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾ 34 പേരാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ 31 പേരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെന്താ, എല്ലാവരും കൂടെ നമ്മൾ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര തിരിച്ച് വെള്ളിയാഴ്ച ഒരു 5:15 കൂടി യാത്ര തിരിച്ചിട്ട് നമ്മളിവിടെ എന്താ പറയുക, ശനിയാഴ്ച പുലർച്ചെ നമ്മളിവിടെ തിരുപ്പതിയിൽ എത്തിയിട്ടുണ്ട്. തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 3/4 മണിക്കൂർ ബസ്സിൽ നമ്മൾ തിരുപ്പതി എന്ന് പറയുന്ന ആ ഒരു തിരുപ്പതി ഭഗവാന്റെ മണ്ണിലെത്തി യാത്ര അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോൾ ഏകദേശം 8 മണി ആയിട്ടുണ്ട്. 8 മണിക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും നമ്മളിതേ ഇവിടെ എന്താ പറയുക, റൂം കിട്ടാതെ നമുക്കിവിടെ ഒരു വെയിറ്റിംഗ് റൂമുണ്ട്. നമുക്കവിടെ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് റൂമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. റൂം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ സ്ക്രീനിൽ എന്താ പറയുക, റൂം നമ്പറും അതുപോലെ തന്നെ ഒരു OTP വരും. നമ്മളതൊക്കെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾ വെറുതെ നമുക്ക് റൂമിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ഇടങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് പോയി നോക്കി ഒരു ചായയും കുടിച്ച് നമ്മളിത് തിരിച്ച്, എൻ്റെ കൂടെയുള്ള ചേച്ചിമാരാണ് കേട്ടോ ഇവരൊക്കെ നടക്കുന്നവരൊക്കെ. ഇപ്പം മുന്നിൽ പോകുന്ന ചേച്ചിമാരൊക്കെ കൂടെ നമ്മൾ ബാക്കിയുള്ളവരൊക്കെ നമ്മൾ കാത്തിരിക്കുന്ന അവിടേക്ക് നമ്മൾ കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ ചായ എന്നൊക്കെ പറയണതൊന്നും നമ്മളുടെ അവിടെ കിട്ടുന്ന പോലുള്ള ടേസ്റ്റുള്ള ഭക്ഷണങ്ങളൊന്നും അല്ല കേട്ടോ. അത് വേറെ പ്രത്യേകം പറയാനുണ്ട്. അവിടുത്തെ ഭക്ഷണങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. ദേ ഇവിടെ ആൾക്കാരൊക്കെ നിലത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇരുന്നുറങ്ങുന്നവരുണ്ട്, കുറേ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ഒക്കെ വഴിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് പേരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിതെല്ലാം പുതിയ കാഴ്ചകളല്ലേ, അതുകൊണ്ടൊരു സന്തോഷം നമുക്കത് കാണാനും എല്ലാത്തിനും ഭയങ്കര സന്തോഷം. അപ്പം ഞങ്ങളെല്ലാവരും ഒരു ഗ്ലാസ് ചായ അത്ര മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ റൂമൊക്കെ കിട്ടിയിട്ട് വേണം എല്ലാവർക്കും കുളിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. പക്ഷേ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചു വെച്ചു കേട്ടോ. ബ്രഷ് ചെയ്യൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. എല്ലാത്തിനും ഇനിയിപ്പോൾ ബാത്റൂം ആയിക്കോട്ടെ വേറെ എന്തായിക്കോട്ടെ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കയറി ചെല്ലണതാണ്, ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു വെയിറ്റിംഗ് റൂം എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇതാണ് കേട്ടോ, ഒരു ഹാള് പോലെ. ഇവിടെയാണ് നമ്മുടെ എല്ലാ ആൾക്കാരും ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, ഈ ഒരു സെക്ഷനിലാണ് നമ്മുടെ ആൾക്കാരെല്ലാവരും കൂടെ കാത്തിരിക്കുന്നത്, റൂമിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. ആ കാണുന്ന സ്ക്രീനുകളിലൊക്കെ അതിൻ്റെ OTP വരുന്നതും കാത്തിട്ടാണ് കേട്ടോ നമ്മളിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാഗ് ആയിക്കോട്ടെ, ഇവരൊക്കെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അതുപോലെ തന്നെ ഓരോ ഭാഗങ്ങളിലും ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ദർശനമൊക്കെ കിട്ടിക്കഴിഞ്ഞു കേട്ടോ നമുക്ക്. അതായത് നമ്മൾ ക്യൂവിൽ നിന്ന് അടിവാരമല്ല, നമ്മൾ കുറച്ചൊക്കെ ഒരു വണ്ടിയിലൊരു ജീപ്പ് പോലെയുള്ള ഒരു വണ്ടിയിലൊക്കെ കയറി നമ്മൾ ഇതുപോലെ കുറച്ച് പേരായിട്ട് അങ്ങനെ വണ്ടി വിളിച്ച് പോയി. നമ്മൾ താഴെ, അതായത് ഫ്രീ ദർശനത്തിൻ്റെ ഒരു ക്യൂ ഉണ്ട്, ആ ക്യൂവിൽ നിന്ന് നമ്മളൊരു ഏകദേശം നമുക്കൊരു 17 മണിക്കൂറോളം നമ്മളിവിടെ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു. ഈ ചേച്ചിമാരെല്ലാവരും നമ്മുടെ കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഫ്രീ ദർശനത്തിന് വേണ്ടിയിട്ട് ക്യൂ നിന്നിട്ട് നമ്മൾ അത്രയും, ഇവരൊക്കെ കേട്ടോ അവരെല്ലാവരും നമ്മുടെ കൂടെ ഉള്ളതാണ്, അത്രയും വഴി നമ്മൾ എത്രയോ ഉണ്ട്. അത് എന്താ പറയുക, ശരിക്കും തിരുപ്പതി യാത്രയുടെ വീഡിയോസൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇതേ ലത ചേച്ചീനെയാണ് കേട്ടോ കൊണ്ടുപോകണത്. ലത ചേച്ചിക്ക് നടക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ലത ചേച്ചീനെ എല്ലാവരും പിടിച്ചിട്ടാണ് കൊണ്ടുപോകണത്. അങ്ങനെ നമ്മൾ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഭക്ഷണത്തിന് നമുക്ക് അന്നദാനമുണ്ട് ഇവിടെ. എല്ലാത്തിനും കേട്ടോ, എല്ലാത്തിനും നമുക്ക് എന്താ പറയുക ഇതുണ്ട്. ഇത് നമ്മൾ 2-3 ദിവസത്തെ വീഡിയോസായിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു പറയുന്നേക്കാളും നമ്മൾ അവിടെ നിന്ന് എടുത്ത വീഡിയോസൊക്കെ ആയതുകൊണ്ട് എനിക്ക് എവിടെ നിന്നൊക്കെയാണ് തുടങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം, അതുപോലെ ഫ്രീ ദർശനത്തിനാണെന്നുണ്ടെങ്കിലും നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമുക്ക് ആ എന്താ പറയുക, ഇത്ര മണിക്കൂറോളം ക്യൂവിൽ നിന്നതിൻ്റെ ഒരു ക്ഷീണമോ അല്ലെച്ചിങ്ങ നമ്മൾ കൊണ്ട എന്താ പറയുക തിക്കിലും തിരക്കിലും പെട്ടിട്ടുള്ള ആ ഒരു അവസ്ഥയോ എല്ലാം നമ്മൾ മറന്നു പോകും കേട്ടോ. സത്യം പറഞ്ഞാൽ ദർശനം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഉള്ളൊരു സമയത്താണെങ്കിൽ ലാസ്റ്റ് നമ്മൾ അവസാന ദിവസം നമ്മൾ ദേ ഇവിടെ വന്ന് എല്ലാവരും കൂടി ഇവിടെ വന്നിരുന്ന് വേണ്ട സാധനങ്ങളൊക്കെ, തിരുപ്പതി ഭഗവാന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെന്താ, ശീവേലിയൊക്കെ കാണണം എന്ന് വിചാരിച്ച് വന്നിരുന്നത്, പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടന്മാരെല്ലാവരും പറഞ്ഞു, നമ്മൾ 4 റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഓരോ സെക്ഷനായി തിരിഞ്ഞിട്ടാണ് നമ്മളുടെ യാത്രകളൊക്കെ. പക്ഷേ നമ്മളൊരു സ്ഥലം നിശ്ചയിച്ച് എല്ലാവരും അവിടെ വന്ന് നിൽക്കും. അതിനനുസരിച്ച് നമ്മൾ ഒരുമിച്ചാണ് യാത്രകളൊക്കെ. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ. 4 റൂമുകളാണെന്നുണ്ടെങ്കിലും അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അതേ ഓരോരുത്തർ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഉണ്ട് കേട്ടോ, കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും എല്ലാത്തിനും. എല്ലാ ആൾക്കാരും ഈ ബാഗ്, ജൂട്ട് ബാഗ്, കുട്ടികൾക്ക് മാല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത് പർച്ചേസിങ്ങിന് പോണ ഒരു സീനാണ് കേട്ടോ. അപ്പോൾ അതേ ഞാനിത് ഇവിടെ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക. ഈ ചേച്ചിയാണ് രജനി ചേച്ചി. രജനി ചേച്ചിയാണ് നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്നതും നമ്മളെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ആൾ എന്ന് പറയുന്നത് ആ ചേച്ചി കേട്ടോ. ഇതേ സുകന്യ അതേ മുന്നേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതേ സുകന്യ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് ഇട്ട് തരണം. എൻ്റെ ഫോൺ ഫുൾ എന്താ പറയുക മെമ്മറി ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറേ വീഡിയോസ് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തിരുപ്പതി പോയവർ ആരെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ പോയവർക്ക് ഈ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഏകദേശം മനസ്സിലാവും എങ്ങനെയാണ് ഈ യാത്ര, അതിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ. പക്ഷേ ശരിക്കും എനിക്ക് ത്രില്ലടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ആ വരിയിൽ നിന്നിട്ടുള്ള ആ ഒരു കാര്യം, ക്യൂവിൽ നമ്മൾ നിന്നിട്ട് നമ്മൾ ദർശനത്തിന് നിൽക്കുന്നത്, പിന്നെ കാണിക്കവഞ്ചിയുടെ അവിടേക്ക് എത്തുമ്പോൾ കിട്ടിയിട്ടുള്ള ഇടി, ഭയങ്കര തിരക്കിൽ ഞാൻ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ താമസിക്കുന്ന ഇടം ദേ ഇവിടെയാണ് കേട്ടോ. ഈ ബിൽഡിങ്ങിൻ്റെ അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇതേപോലെ ഓരോരോ കോട്ടേജാണ് കേട്ടോ നമുക്കുള്ളത്. അപ്പോൾ ഇതിന് മുകളിലും ഉണ്ട്, താഴെയുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഒരുപാട് റൂമുകളുണ്ട്. ഒരൊറ്റ കോട്ടേജിൽ ഒരുപാട് റൂമുകളുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ നിറയെ ഒക്കെ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ഈ തിരുപ്പതി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തുള്ള ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ തൊട്ട് അടുത്തായിട്ടുള്ള കോട്ടേജിലാണ് കേട്ടോ നമ്മളിത് താമസിക്കുന്നുണ്ടായിരുന്നത്. നല്ല വൃത്തിയുള്ള റൂമും കാര്യങ്ങളും, അതുപോലെ തന്നെ നിറയെ മരങ്ങളാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ശരിക്കും വൃശ്ചികത്തിൽ നമ്മുടെ നാട്ടിലിങ്ങനെ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇത് ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫുകളാണ് കേട്ടോ. ഇവരായിട്ട് ഭയങ്കര കൂട്ടായി, നമ്മൾ നല്ല സ്നേഹമായി പോരുമ്പോൾ ടാറ്റയൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് പോകുന്നത്. ഭയങ്കര സ്നേഹം കേട്ടോ. ഇതാണ് നമ്മൾ താമസിച്ചിരുന്ന റൂം. അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, അവർ ആ റൂമിലാണ് കേട്ടോ നമ്മൾ താമസിച്ചിരുന്നത്. ഇതുപോലെ ഒരുപാട് റൂമുകളുണ്ട്. ആ നീല കളറിൽ നമ്പർ ഇട്ട് വെച്ച പോലെ ഒരൊറ്റ കോട്ടേജിൽ തന്നെ ഒരുപാട് റൂമുകളാണ് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ തിരുപ്പതി ദർശനമൊക്കെ പൂർത്തിയാക്കി എല്ലാവരും മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച ഒരു 3:15 ട്രെയിൻ ഉണ്ടായിരുന്നത്. തൃശ്ശൂർക്കായിരുന്നു കേട്ടോ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ വന്നിറങ്ങേണ്ടത്. അവിടെ ട്രാവലറൊക്കെ നമുക്ക് വീട്ടിലേക്ക് വരാനായിട്ട് ട്രാവലറെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. കൂടെ കുറച്ച് പിള്ളേരുണ്ട്, അവരെല്ലാവരും നല്ല ആക്റ്റീവാണ്. അവരെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എനിക്ക് നമ്മുടെ അയൽവാസികളായിട്ട് പോലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരോടും നല്ല സ്നേഹത്തിൽ പെരുമാറാനും അവർക്ക് എന്നെയും പരിചയപ്പെടാനൊക്കെ ഈ ഒരു അവസരത്തിൽ എന്താ പറയുക സാധിച്ചു. എനിക്കൊരുപാട് സന്തോഷമായി. പിന്നെന്താ, ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് ഈ ഒരു തിരുപ്പതി യാത്ര അതിന് ഏറ്റവും വലിയ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മടക്കം. അടുത്ത വർഷം എല്ലാവർക്കും കൂടി വീണ്ടും പോകണം, വീണ്ടും നമുക്ക് എല്ലാവർക്കും പോകണം എന്നുള്ള എന്താ പറയുക ഒരു തീരുമാനത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ യാത്ര അവസാനിപ്പിച്ചത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.